ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടോ നിങ്ങൾ? ഞാനൊന്ന് നാട്ടിൽ പോയി വന്നപ്പോഴത്തേനും ദേ ഈ പരുവായി. ഇത് കണ്ടോ? എന്തായാലും ഇങ്ങനെയാണ് തക്കാളിയൊക്കെ ആയത്. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ? അതൊക്കെ എല്ലാവരും പറിച്ചെടുത്തുകൊണ്ട് പോയി. വെള്ളമൊക്കെ ഒഴിച്ച് കേട്ടോ അവർ. എന്നാലും തക്കാളിയൊക്കെ പറിച്ചുകൊണ്ട് പോയി. കണ്ടോ? പൊന്നാങ്കണ്ണി ചീര. ഇത് ഞാനിപ്പം മുറിച്ചെടുക്കും. മൊത്തത്തിൽ ഇന്ന് മുറിച്ചെടുക്കണം. ഇത് കണ്ടോ? പച്ചമുളക്. ഇതാണ് എൻ്റെ കൃഷിത്തോട്ടം. നിറച്ചും തക്കാളി ഉണ്ട് കേട്ടോ. ദേ കണ്ടോ? ഇവിടെ എല്ലാം ഉണ്ട്. ദേ പഴുത്തൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് പച്ചമുളകിൻ്റെ, ഇത് കുമ്പളം, ഇത് വെള്ളരി, ഇത് പാവൽ. ഒന്നും കായില്ല കേട്ടോ ഇതിൽ. ഇത് കണ്ടോ കിടക്കുന്നേ? ചീരയുണ്ട്. എല്ലാം ഈ പരുവായിപ്പോയി. ഞാനൊന്ന് നാട്ടിൽ പോയി വന്നപ്പോഴത്തേന്. കണ്ടോ? എന്ത് പറയാനാ. തക്കാളിയൊക്കെ നിറച്ചുണ്ടായിരുന്നു. എല്ലാ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയി. കണ്ടോ എന്തുമാത്രം കായുണ്ടെന്ന് നോക്കിയേ. ഇതൊക്കെ ഞാനിന്ന് കുറച്ച് പഴുത്തതൊക്കെ ഇന്ന് പറിച്ചെടുക്കും. ഇവിടെ ഇപ്പം മഴ പെയ്യാൻ പോകുന്നുണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൃഷിത്തോട്ടം കണ്ടില്ലായിരുന്നോ? ഇത് കണ്ടോ? ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന് പൊന്നാങ്കണ്ണി ചീര മുറിച്ചെടുത്ത് വെച്ചേക്കുന്നത്. ഇതിനി തോരൻ വെക്കണം. നല്ല കണ്ണിനൊക്കെ കാഴ്ച കിട്ടും. നല്ല അടിപൊളി സാധനമാണ്. ഇത്രയും ഞാൻ പറിച്ചെടുത്തു. ഇനിയും കുറേ നിൽക്കുവാണ്. അടുത്തത് ഇത് കണ്ടോ? എൻ്റെ തോട്ടത്തിലെ തക്കാളി കണ്ടോ? അടിപൊളിയല്ലേ? പച്ചയും പഴുത്തതൊക്കെ ഞാൻ കുറച്ച് പറിച്ചെടുത്തു. എന്തിനാണെന്നറിയാവോ? പച്ചത്തക്കാളി തോരൻ വെക്കാൻ നല്ല അടിപൊളിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഒരു ദിവസം നിങ്ങളെ തോരൻ വെച്ച് കാണിക്കാം. ഇന്ന് കാണിക്കുന്നില്ല. ഇന്ന് പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ. കണ്ടോ? അടിപൊളിയല്ലേ? ഉണ്ടോ? നല്ല വലുതെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ആരാണ്ടോ പറിച്ചുകൊണ്ട് പോയി. ഇത് എവിടെയാണെന്നറിയാവോ? ഷാർജയാണ്. ഷാർജ ബിൽഡിങ്ങിൻ്റെ ടെറസിൽ നട്ടതാണ് എൻ്റെ പച്ചക്കറി തോട്ടം. ഉണ്ടോ? അതിൽ നിന്ന് പറിച്ചതാണിത്. ഇത്രയും പൊന്നാങ്കണ്ണി. ഇത്രയും അല്ല, ഇനിയും ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഇത്രയും പറിച്ചെടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാവരും തരണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.